അപ്പോൾ ഈ ഡോക്ടറെ വക്കീല് ഒത്തിരി സിനിമയിലുണ്ടെന്ന് തോന്നുന്നു. ജീവിതത്തിൽ വക്കീലും ഇതിൽ നിന്ന് മാറ്റി പിടിക്കണ്ടേ? ഇത് കേട്ടിട്ട് എല്ലാവരും വിളിക്കട്ടെ, അങ്ങനത്തെ വേറെ വേറെ ക്യാരക്ടേഴ്സ്. എൻ്റെ പൊന്നെ ഒന്ന് വിളിക്കുക. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അത് സൗബിൻ പറഞ്ഞാൽ വർമ്മ നായർ തമ്പുരാൻ ഇങ്ങനത്തെ കളിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ മാക്സിമം അതിൽ തേച്ച് അങ്ങനെ ഒഴിവാക്കി കൂടെയാണ് ആക്ടറെ മറ്റുള്ള പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഫീമെയിൽ ആർട്ടിസ്റ്റിനൊക്കെ എപ്പോഴും അവരെ ഒരേ സ്ഥാനത്തിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അമ്മക്കാർക്ക് അമ്മ തന്നെയാണ് ജീവിതം. അമ്മ തന്നെ ടീച്ചറാണ് ടീച്ചർ തന്നെ അങ്ങനെ പോവാണ്. വരുമാനം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏറിപ്പോക്ക് കുഴപ്പമില്ല. എനിക്ക് വരുമാനം ഇല്ലാണ്ടാണ് ഞാൻ ഏറിപ്പോണെന്നുള്ളതാണ് എൻ്റെ ഒരു നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമുക്ക് റവന്യൂ ഷെയർ ആക്കാം. 50% വെച്ച് നമുക്ക് ഏറിൽ പോകാനുള്ള തഗ്ഗുകളുമായിട്ടൊക്കെ മുന്നോട്ടാണ്. നിങ്ങൾക്ക് ഏറി പോണെന്നുണ്ടെങ്കിൽ റവന്യൂ ഷെയർ പ്രചോദനം, ഒരു പ്രചോദനം. വാക്കുകളൊക്കെ മറന്നുകൊണ്ടല്ലേ? അതെ, വയസ്സാവല്ലേ? ഓ, അതെങ്കിലും സമ്മതിച്ചല്ലോ. വയസ്സാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്താ വയസ്സാവാത്തത്? ഏത് ടൈ ഉപയോഗിക്കണ? കമ്പാരിസൺ ചെയ്യുമ്പോ നല്ല വൃത്തിയുള്ള കമ്പാരിസൺ ചെയ്യണം. വൃത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പറയണ കേട്ടില്ല, മാധ്യമങ്ങൾ അവിടുത്തെ എല്ലാം പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. കുറച്ചൊക്കെ ഏറ്റെടുക്ക് ഇല്ലേ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. സ്വാഗതം. ഇതില് ബേബി ആരാ? ഞാനാ. അല്ലെ, എല്ലാത്തിലും അല്ലേ ബേബിയാണ്. എങ്ങനെയാവും ബേബി? എങ്ങനെ ആവാതിരിക്കും ബേബി? അത് നമ്മളൊന്നും പിടിക്കും എങ്ങനെയാവുന്നുള്ളത്. ഗെറ്റ് സെറ്റ് ബേബി. തുടങ്ങിയേക്കാം. റെഡി? ചേച്ചി എന്നോട് വിഷയമൊക്കെ സുഖമായിരിക്കുന്നു. ചേച്ചി അങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടാനുള്ള ഇന്റർവ്യൂ. ചേച്ചി ഇരുന്നാൽ ഇങ്ങനെ സൈലന്റ് ആക്കി ഇന്നൊന്ന് തഗ്ഗൊക്കെ അടുപ്പിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് ഓർത്തായിരിക്കണം. അങ്ങനെ ഒന്ന് കൂടുമല്ലേ? വക്കീല വെറുതെ അതൊന്ന് നമുക്ക് പിടിച്ചു നോക്കിയാലോ? പറ്റുമോ? നമ്മളൊന്ന് പൊളിച്ചടുക്കിട്ട് ഒന്ന് പോയിക്കോട്ടെ. എന്തായാലും നല്ലൊരു സിനിമ. ഉണ്ണിമുന്നിൻ്റെ കരിയർ വേറെ രീതിക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന മുഹൂർത്തം. മാർക്കോ ഉൾപ്പെടെയുള്ള സിനിമ ഉണ്ണിമുകുന്ദനല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ആ സിനിമയെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുപോലെ തന്നെയായിരിക്കും ഈ സിനിമയെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. ഉണ്ണിമുകുന്ദൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഈ സിനിമ സബ്ജക്റ്റ് കേട്ടപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് ഈ സിനിമ ചെയ്യാമെന്ന് തോന്നാനുള്ള കാരണം? ഭയങ്കര രസമായിട്ട് ഒരു വിഷയത്തെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു അപ്രോച്ച്. അതിപ്പം അതിൻ്റെ റൈറ്റേഴ്സ് ആയിട്ടുള്ള അനൂപും രാജേഷ് ചേട്ടനാണെങ്കിലും അതെ, വിനയ് ആണെങ്കിലും അതെ, ഡയറക്ടർ വിനയ് ഗോവിന്ദ്, ഇവരെല്ലാം ഈ പറയുന്ന ഒരു പ്രമേയം എന്ന് പറയുന്നത് ഒരു പാരൻറ്ഹുഡ് അല്ലെങ്കിൽ മദർഹുഡ്, കുട്ടിക്ക് വേണ്ടി ഒരു കുടുംബം കാത്തിരിക്കുന്നത്, അതിലേക്ക് സമൂഹം അവരെ പ്രഷറൈസ് ചെയ്യുന്നത് ചില ഘട്ടങ്ങളിൽ. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പലപ്പോഴും IVF ഒരു ഓപ്ഷനായിട്ട് ചിലരുടെ മുന്നിലേക്ക് എത്താറുണ്ട്. ചിലർക്കത് പറ്റും, ചിലർക്കത് അവരുടെ ശരീരം അതിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം ഈ ഇത്തരത്തിൽ പറയുന്ന പല വിഷയങ്ങളും, ഇതിപ്പോൾ ഞാനൊറ്റ സെൻറ്റൻസ് ഇത് പറയുന്നുണ്ടെങ്കിലും ഇതിനെ പല ഏറ്റക്കുറച്ചിലുകളിലൂടെ പല കഥാപാത്രങ്ങൾ, ഒരു കഥാപാത്രത്തിലൂടെ അല്ല പല കഥാപാത്രങ്ങളിലൂടെ ഈ വിഷയമെല്ലാം സ്പർശിച്ചു പോയിട്ടുള്ള ഒരു സിനിമയാണിത്. അതിനെ ഏറ്റവും സരസമായ രീതിയിൽ, എന്നാൽ അതിൻ്റെ കാമ്പൊട്ടും കളയാതെ തന്നെ അതിൻ്റെ അന്തസ്സത്തെ ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രമേയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നി ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയത്. ക്യാരക്ടർ ഒരു അരഗന്റ് ആയിട്ടുള്ള പ്രൊഫഷണലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ക്യാരക്ടർ. അപ്പോൾ ഈ ഡോക്ടറെ വക്കീല് ഒത്തിരി സിനിമയിലുണ്ടെന്ന് തോന്നുന്നു. ജീവിതത്തിൽ വക്കീലും ഇതിൽ നിന്ന് മാറ്റി പിടിക്കണ്ടേ? ഇത് കേട്ടിട്ട് എല്ലാവരും വിളിക്കട്ടെ, അങ്ങനത്തെ വേറെ വേറെ ക്യാരക്ടേഴ്സ് വിളിക്കുക. അല്ല, ഇത് തന്നെ പല വെറൈറ്റികൾ ഉണ്ടല്ലോ. അതല്ലേ? പിന്നെ പലതരം ഡോക്ടർമാർ, പലതരം വക്കീലന്മാർ, ടീച്ചറുമാണ്. അതെ അതെ, എല്ലാം ഉണ്ട്. എല്ലാ മേഖലയും എടുക്കും. എല്ലാം കേട്ടിരിക്കണം. എവിടെ പറയണ്ട, എവിടെ തുടരണം നോക്കാതെ ഇങ്ങനെ വളരെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ഭവിച്ചു പോകുന്നതാണ്, പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നൊന്നല്ല. എന്നിലേക്ക് വരുന്നത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടാണ്. അല്ല, ഞാൻ കാണുന്ന സിനിമകളൊക്കെ ഞാൻ പറഞ്ഞത് സത്യസന്ധമായ വക്കീൽ വേഷങ്ങളാണെങ്കിലും ഡോക്ടർ വേഷങ്ങൾ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ചേച്ചിക്ക് കിട്ടുന്ന വേഷങ്ങൾ കൃത്യമായിട്ടെന്ന് അത് വേറെ രീതിക്ക് ഫലിപ്പിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. പക്ഷെ വേറൊരു രീതിക്ക് വേണമെന്ന് സ്വയം ചിന്തിക്കാറില്ലേ? ഞാൻ ഹ്യൂമർ എന്ന് വെച്ചാൽ ഇപ്പൊ ലുക്ക ചുപ്പി, ദിനേശ് ചേട്ടൻ എന്നെ കാസ്റ്റ് ചെയ്തൊരു സിനിമയായിരുന്നു ലുക്ക ചുപ്പി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു
ഹ്യൂമർ അല്ലെങ്കിൽ ഇതുവരെ ഞാൻ അധികം അതിന് മുമ്പ് അതിന് ശേഷം അധികം ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറായിരുന്നു ലുക്ക ചുപ്പി, അല്ലെങ്കിൽ ജംന പ്യാരി, അല്ലെങ്കിൽ ജമുന പേര് ഞാൻ അതും അതെ എല്ലാം ഹ്യൂമർ സാധനങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. ലുക്ക ചുപ്പിലെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ അത്രയും ചർച്ചാ വിഷയമാക്കേണ്ട ക്യാരക്ടറാണ് സുഹറ എന്നുള്ള ക്യാരക്ടർ. അപ്പം അത് സംഭവിച്ചു പോകുന്നതാണ്, അറിയാമല്ലോ. സിനിമ നമ്മളായിട്ട് പ്ലാൻ ചെയ്യുന്നില്ലല്ലോ, നമ്മളിലേക്ക് വന്നെത്തുന്നതാണല്ലോ. ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചിലെ ആക്ടേഴ്സിനെ സമീപിക്കുന്നത്, എന്നാലേ നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നൊരു കാസ്റ്റിംഗ് ഡയറക്ടർ പറയുന്നു. അതെ, ഞാനൊരു പടത്തില് കാസ്റ്റിംഗ് ഡയറക്ടറിന് മുമ്പ് കറക്റ്റ് പറയാനും പറ്റും. അതെ, ഞാൻ പറയുന്നത് എന്നെ പോലീസായിട്ട് കാണുന്നു, അടുത്ത പടത്തിലും പോലീസായിട്ട് വിളിക്കുന്നു, അതിന്റെ അടുത്ത പടത്തിലും പോലീസായിട്ട് വിളിക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണത്. അയാളെ എങ്ങനെ ഡിഫറെന്റ് ആക്കി പ്രസന്റ് ചെയ്യാം എന്നുള്ളത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ബാബുരാജ് ഏട്ടൻ മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ പടം വരുന്നവരെ ഇടിമേടിച്ച് മടുത്ത് ഒക്കെയാണ് രാധാസ് എന്നൊക്കെ പറഞ്ഞ സാധനത്തിലേക്ക് വന്നപ്പോ പുള്ളിയുടെ കരിയർ തന്നെ വേറെ ലെവലിലേക്ക് പോയി. അതേപോലെ ഇപ്പൊ ജനാർദ്ദൻ ചേട്ടൻ ഒരു കാലഘട്ടം വരെ ചെയ്തുകൊണ്ടിരുന്നത് സീരിയസ് ആയിട്ടുള്ള വില്ലൻ വേഷങ്ങളാണ്. അവിടുന്ന് ഒരു ചേഞ്ച് ഓവർ ആയിരുന്നു. ഓ കാല് തല്ലി കുടിക്കണ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് അല്ല അതിൽ അതിനുമുമ്പ് തന്നെ തുടങ്ങി. ഞാൻ ആ ഒരു സിനിമയാണ് പിന്നെ അപ്പൊ വേറൊരു പുള്ളിയുടെ കുറച്ച് വേറെ ടൈപ്പ് ഓഫ് ആക്ടിങ്. ഇപ്പൊ ഹിന്ദി സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ പരേഷ് റാവലൊക്കെ ഞാൻ പണ്ട് കാണുമ്പോൾ ഇദ്ദേഹം തന്നെ ഒരു പടത്തിൽ ക്രൂരനായ വില്ലനും, തൊട്ടടുത്ത പടത്തിൽ ഊള കോമഡി, അതിന്റെ അടുത്ത പടത്തിൽ ഭയങ്കര കരുണാനിധിയായ അച്ഛൻ. അതായത് ഒരാൾ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്യിക്കുന്നില്ല എന്ന് എനിക്കൊരു പരാതിയുണ്ട്. കാരണം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അത് സൗബിൻ പറഞ്ഞാൽ വർമ്മ നായർ തമ്പുരാൻ, ഇതിനൊരു കളിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സാധനം തന്നെ വെച്ച് നമ്മളെ മീൻസ് ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ മാക്സിമം അതിൽ തേച്ച് അങ്ങനെ ഒഴിവാക്കി വിടുകയാണ്. ആ ഒരു ഷെൽ ലൈഫ് കൊടുത്തിട്ട് പറഞ്ഞു വിടുക. കാരണം ആ ആക്ടറെ മറ്റുള്ള പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നില്ല. അത് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. വരുന്ന ഡയറക്ടറാണ് താങ്കൾ ഒരു സിനിമയിലേക്ക് ചെയ്യുമ്പോൾ അത് ആ വേഷം അല്ല കൊടുക്കേണ്ടത്. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ല, ഇതൊന്ന് മാറ്റി കൊടുക്കണം എന്ന് പറയാൻ താങ്കൾ തന്റെ അടുത്ത് കൂടി വരണം. ഇനി ഞാൻ അങ്ങനെ പറയാറുള്ളൂ. കാരണം പുള്ളി അത് ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാണ്, അത് പ്രതിഫലിപ്പിച്ചിട്ടുള്ള. നമുക്ക് വേറൊരാളെ കൊണ്ടുവന്ന അയാളുടെ ഒരു ചേഞ്ച് ഓവർ ആയിരിക്കും അത് ആർട്ടിസ്റ്റ്. ഇപ്പൊ ഫീമെയിൽ ആർട്ടിസ്റ്റിനൊക്കെ എപ്പോഴും അവരെ ഒരേ സ്ഥാനത്തിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ. അമ്മ ക്യാരക്ടർ അമ്മ തന്നെയാണ് ജീവിതകാലം, ടീച്ചറാണ് ടീച്ചർ തന്നെ അങ്ങനെ പോവാണ്. അപ്പൊ അവർക്കും പ്ലേ ചെയ്യാനുള്ള അവരുടെ അവരും വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യണം ആക്ച്വലി. തീർച്ചയായിട്ടും. നിഖില, നമ്മളിപ്പോ കുറച്ചായി എത്രയാണ് ഇരുന്നിട്ട്? 3 മാസമായിട്ട്. 3 മാസം കണക്കുണ്ടല്ലേ നിനക്ക്? 3-4 മാസം. ആ 3 മാസം മുമ്പുള്ള വല്ലാത്ത പിന്നെ തീർച്ചയായിട്ടും ഉറപ്പാണല്ലോ. 3 മാസം, ആ 3 മാസത്തെ സംഭവം ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. അത് എയറിൽ നിൽക്കണോണ്ട് കുഴപ്പമില്ല. ഇനി ഒരു എയറിലേക്ക് കയറാനോ എയറിൽ നിന്ന് ഇറങ്ങാനോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് നല്ല രീതിക്ക് ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കാൻ. നല്ല രീതിക്ക് അങ്ങ് പോയാലോ? അതല്ലേ നല്ലത്. നമുക്ക് രണ്ടുപേർക്കും അതല്ല നല്ലത്. എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് 2 കാര്യങ്ങളല്ലേ അതിലുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വരുന്ന വരുമാനം, പിന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ഏറിപ്പോക്ക്. വരുമാനം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏറിപ്പോക്ക് കുഴപ്പമില്ല. എനിക്ക് വരുമാനം ഇല്ലാണ്ടാണ് ഞാൻ ഏറിപ്പോണെന്നുള്ളതാണ് എൻ്റെ ഒരു നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമുക്ക് റവന്യൂ ഷെയർ ആക്കാം. റവന്യൂ ഷെയർ നമ്മളിൽ വരുന്ന റവന്യൂ 50% വെച്ചാൽ നമുക്ക് എയറിൽ പോകാനുള്ള തഗ്ഗുകളുമായിട്ട് മുന്നോട്ടാവും. നിങ്ങൾക്ക് ഏറി പോണെന്നുണ്ടെങ്കിൽ റവന്യൂ ഷെയർ, പോണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. എയറിൽ പോയി നിർത്താൻ വലിയ പ്രശ്നമൊന്നുമില്ല. നിഖില എയറിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നുണ്ടല്ലോ, ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോഴും എയറിലാണല്ലോ. എയറിലാണല്ലോ നമ്മളൊക്കെ നിൽക്കുന്നത്. അതെ. പക്ഷെ എന്ത് ഏറിയൊക്കെ വേണം താഴെ നിന്ന് ഭൂമിയിൽ ചവിട്ടിയാലേ സമ്മാനം മേടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല ഗുരുത്വാകർഷണം ഉണ്ട്. ഞാൻ നിലത്ത് തന്നെയാണ്. പോണവര് പോവാ വരിക എന്നുള്ളതല്ല. ഞാൻ ആകാശത്ത് ഇടയ്ക്കിടയ്ക്ക് താഴെ വന്ന് നിഖില മേഡത്തിനെ ഒന്ന് കണ്ട് ഐശ്വര്യമൊക്കെ മേടിച്ചിട്ട് വീണ്ടും പോവാ. അതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഐശ്വര്യം കൊടുത്തിട്ട് പോകല്ലേ. എന്തായാലും ഇതിലെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് പറയും. ഇതിലെ ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടർ ഉണ്ണിയുടെ പേരാണ്. ഞാനൊരു ക്ലൗഡ് കിച്ചണൊക്കെ നടത്തുന്ന ഒരു ഫുഡ് വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി അത് നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓൺട്രപ്രണർ. ഇപ്പോൾ ഒരു കറണ്ട് ജനറേഷനിലുള്ള ആൾക്കാർക്ക് ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ നന്നായി വരിക, എന്നിട്ട് അത് എസ്റ്റാബ്ലിഷ്ഡ് ആവുക എന്നൊക്കെ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. സ്വാതി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. പറഞ്ഞതുപോലെ ഉണ്ണിയുടെ പേരാണ്. അല്ല നിഖില, ഉണ്ണിയുമായിട്ടുള്ള ഒരു കോംബോ ഇതിനു മുമ്പ് ഉണ്ണിയുമായിട്ടുള്ള കോംബോ ഓർ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഫസ്റ്റ് ആണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം ഉണ്ണി പല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. ഇപ്പം ഞാൻ മാർക്കോ ഉദാഹരണമായിട്ട്, മാർക്കോയിൽ ഉണ്ണി നമ്മൾ മലയാള സിനിമ വലിയ രീതിക്ക് അറിയപ്പെടിച്ച മാർക്കോ അഭിനയിച്ച ഉണ്ണിയാണ്. ആ ഉണ്ണി ഈ ഇതിലേക്ക് വരുമ്പോൾ വേറെ രീതിയിലേക്കാണ് ഉണ്ണി മാറുന്നത്. ആ ഉണ്ണിയുടെ ഒരു ചേഞ്ച് എങ്ങനെയാണ് കാണുന്നത്?
ഉണ്ണി ഇതിനകത്തു നിന്നാണ് അതിലേക്ക് പോയത്. ഇതാണ് ഫസ്റ്റ്. അല്ല ഈ സിനിമ ഇപ്പൊ ഇറങ്ങാൻ സിനിമ ഷൂട്ട് ചെയ്യാൻ പറയാലോ, അല്ല അതാ പറയണേ ഇതിനകത്തു നിന്നാണ് അതിലേക്ക് പോയത്. വന്നു പറഞ്ഞു. അപ്പോ ആ മാർക്കോന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്താണ്. അപ്പൊ നമുക്ക് അറിയാം ഉണ്ണി മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളതും, അതിന് വേണ്ടിയിട്ട് ഉണ്ണി വർക്ക് ചെയ്യുന്നതും, ഉണ്ണി ഡയറ്റ് ചെയ്യുന്നതും, ഉണ്ണി രാവിലെയും വൈകുന്നേരം ഒക്കെ ജിമ്മിൽ പോകുന്നതും, അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉണ്ണി വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് സിൻസിയർ ആയിട്ടൊരു സിനിമേനെ അപ്രോച്ച് ചെയ്തപ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റെ ഒരു സക്സസ് ഉണ്ടാവുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ അത് മാത്രമല്ല, ഇപ്പോൾ മാർക്കോന് ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ണിയുടേതായിട്ട് വരുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഉണ്ണി എന്നുള്ളത് പിന്നെയും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ളൊരു സ്പേസാണ് എനിക്ക് ഉണ്ണിക്ക് എപ്പോഴും. അതായത് ഈ കുറച്ചുകൂടെ ഈ വില്ലേജ് സെറ്റപ്പിലുള്ള ക്യാരക്ടേഴ്സാണ് ഉണ്ണി ഇതിനു മുന്നേ മാർക്കോന് മുന്നേ ചെയ്തിട്ടുള്ളത്. ഇത് ഇത്തിരി ഒരു അർബൻ സ്പേസിലുള്ള ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു നമ്മൾ ജനറലി ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെയാണ് നമ്മൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആവാൻ വേണ്ടി ഉണ്ണി എടുക്കുന്ന സ്ട്രഗിളുകളും അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളും അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും അതിൽ നടക്കുന്ന കുറേ അവിടെ വരുന്ന ഒരുപാട് ഫാമിലിയും അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പം പറയുന്ന പോലെ IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. IVF ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, ഈ പറയുന്ന കുട്ടികളില്ലാത്ത പ്രശ്നങ്ങളുള്ള പാരൻസിനെ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഈ സമൂഹത്തിൻ്റെ കമ്പല്ലിങ് കൊണ്ട് പാരൻസ് ആവുക എന്ന് പറയുന്ന ഒരു പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ പലതരം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. നിഖില ചെയ്തു വെച്ചിരുന്ന കഥാപാത്രം പല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം റീസെന്റ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിലാണെങ്കിൽ കുറച്ചുള്ളെങ്കിലും ഒരു ജാതകത്തിൽ വ്യത്യസ്തമായൊരു കഥാപാത്രം ഞാൻ സിനിമ കണ്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അത് ആ ക്ലൈമാക്സിലൊക്കെ വരുമ്പോൾ നിഖിലയുടെ വേറെ ഒരു രീതിക്കാണ് അത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത്തരമൊരു കഥാപാത്രങ്ങൾ ആ സിനിമയുടെ കഥ കിട്ടുന്ന അത്തരമൊരു കഥാപാത്രം ചെറിയ സീനുള്ളെന്ന് പോലും പറഞ്ഞിട്ട് നിഖില അഭിനയിക്കാൻ വേണ്ടി തയ്യാറാവും. അങ്ങനെ അപ്പോൾ ഒരു നായികയായിട്ട് നിൽക്കുന്ന ആൾ ചെറിയൊരു സീനിലാണ് അഭിനയിക്കാമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം? ക്യാമിയോ ആണ് അത്, വെറും ക്യാമിയോ അല്ല, കുറച്ച് അങ്ങനെ ഒരു ക്യാമിയോ ആയതുകൊണ്ടാണ് അത് ചെയ്യാമെന്ന് പറഞ്ഞത്. അരവിന്ദൻ്റെ അതിഥികളുടെ ടീമാണ്. എനിക്ക് മോഹനേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം എന്ന് ഞാൻ വിചാരിക്കുന്നത് പോലത്തെ ഒരാളാണ്. മോഹനേട്ടൻ ഒരു സിനിമ ചെയ്യുമ്പോൾ മൂപ്പരുടെ അതായത് ഇതിന് മുന്നേ പ്ലാൻ ചെയ്ത സിനിമയും ഞാൻ ചെയ്യാനിരുന്നതായിരുന്നു. അപ്പം അത് നടക്കാണ്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അരവിന്ദന് ശേഷം മോഹനേട്ടൻ പിന്നെ റിലീസ് ചെയ്യുന്ന പിന്നെയുള്ള റിലീസാണ് ജാതികത എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അപ്പം ആർക്കും അങ്ങനെ മറ്റേ ഒരു പ്രോപ്പർ ഹീറോയിൻ ചാനൽ പോകുന്ന ക്യാരക്ടേഴ്സും അല്ല. അപ്പോഴും നമ്മുടെ ഒരു കോംബോ പോലെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിനാണ് ഞാൻ ജാതകം ചെയ്യാം എന്ന്. എൻ്റെ കരിയറിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണ് അരവിന്ദൻ അതിഥികൾ എന്ന് പറയുന്നത്. അവർക്ക് എനിക്ക് അങ്ങനെ ഒരു സിനിമ അവർ തരുമ്പോൾ അവർക്ക് ഞാൻ തിരിച്ച് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു ജാതകം ചെയ്യാനുള്ള റീസൺ. ഈ ക്യാരക്ടർ ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇതിന് മുന്നേ തന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് അത്രയും ഓക്കെ ആയിരുന്നില്ല. ഇതെനിക്ക് രസമുണ്ട്, ഞാൻ അങ്ങനെയാണെന്ന് ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കില്ല എന്നുള്ളൊരു അങ്ങനെ വിചാരിക്കില്ല. ഞാൻ തന്നെയാണ് നായിക എന്ന് വിചാരിക്കും എന്നെ പ്ലേസ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെയല്ല എന്നുള്ളത് വരും എന്നുള്ളതായിരുന്നു എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു പ്രചോദനം. വാക്കുകളൊക്കെ മറന്നുകൊണ്ടല്ലേ? അതെ, വയസ്സാവല്ലേ. അതെങ്കിലും സമ്മതിച്ചല്ലോ, വയസ്സാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്താ വയസ്സാവാത്തത്? ഏത് ടൈ ഉപയോഗിക്കണം നിങ്ങള്? ഞാൻ എപ്പോ കാണുമ്പോഴും നിങ്ങൾ ഇങ്ങനെയാ. ഞാൻ ഒരു 5 വർഷം 6 വർഷം മുന്നേ കാണുമ്പോഴും നിങ്ങൾ ഇങ്ങനെയാ. അത്രയ്ക്കൊക്കെ അതിലേക്കൊക്കെ നമ്മൾ പോകണം. അത്രയും വലിയ മമ്മൂക്ക അങ്ങനെയാണ്. നല്ല മനസ്സായിരിക്കണം നീല. അതിലെനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ റിലീസ് ചെയ്ത പടത്തിൽ ഞാൻ മമ്മൂക്കയുടെ വയസ്സ് പറയുന്നുണ്ട്, അത് കണ്ടില്ലേ? ആണോ? മമ്മൂക്കോട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എത്ര വയസ്സുണ്ടാവും, എന്നിട്ട് ഞാൻ തന്നെ ഒരു വയസ്സ് പറയുന്നുണ്ട്. ആണോ? നിങ്ങൾക്ക് ശരിക്കും എത്ര വയസ്സുണ്ട്? എന്റെ വയസ്സ് എന്നിട്ട് കല്യാണം കഴിച്ചു, കുട്ടികളുണ്ട്. കഴിഞ്ഞു. വയസ്സ് ചോദിക്കാമെന്നല്ലേ? വയസ്സ് ഊഹിച്ചില്ലേ? 10-35 വയസ്സുണ്ട്. ഒന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഇല്ല, എനിക്ക് ശരിക്കും അറിയില്ല.
നല്ല പ്രായമുണ്ട് നിങ്ങൾക്ക്? ഇയർലി മാരേജ് അതെങ്ങനെ ചോദിക്കാം? ശരിക്കും എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 50+ ഉണ്ട്. എങ്ങനെ ചോദിച്ചാൽ എന്റെ വയസ്സ് കിട്ടണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 30 വയസ്സ്. 30 ഡേറ്റ് ഓഫ് വയസ്സ്. ബർത്ത് എത്രയാണ്? 94. അതല്ലേ? ആ. അപ്പൊ അതിലൊക്കെ ഒരു 10-20 വയസ്സ് കൂടുതലാണ്. 50 വയസ്സ് അതിനും കുറച്ച് കൂടും. കറക്റ്റ് കൂട്ട്. കറക്റ്റ് പറയാന്നാ. ഞാൻ 50 കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പറയാം 55 ഇല്ല. എങ്കിൽ തുടക്കത്തിൽ ചേച്ചിന്ന് വിളിച്ച എനിക്ക് കൊള്ളൂട്ടോ. ഞാനായിട്ട് 85. ആദ്യം തുടക്കത്തിൽ പിന്നെ ഇരിക്കട്ടെ, സന്തോഷം. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അല്ല, അത് ഒരു ബഹുമാനം കൊണ്ട് അതെ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങളെ മെയ് 30 55 വയസ്സാവും എനിക്ക്. അപ്പൊ അത് ഓർത്ത് വെച്ചു. 55 മെയ് 30-ാം തീയതി. അല്ല, ഓർത്ത് വെക്കണല്ലോ. ഇത് എന്റെ ഡേറ്റ് ഇനി ചോദിക്കല. ഓരോ മെയ് വരുമ്പോ ഓർത്തിരിക്കാൻ. നീ അടുത്ത വരുമ്പോ മെയ് വരുമ്പോ അടുത്ത കൊല്ലം കാണുമ്പോ നിങ്ങൾക്ക് 55 വയസ്സ് അങ്ങനെ ഓർക്കും ഞാൻ. 56 ഓർക്കണം. അന്ന് ഗെറ്റ്സെറ്റ് ബേബിയുടെ സമയത്ത് കണ്ടപ്പോൾ ഇത്ര പറഞ്ഞല്ലോ, അതൊരു വർഷമായല്ലോ. അതാ ഇപ്പൊ എന്താ പ്രശ്നം ഇവിടെ? ഇല്ല, ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ വയസ്സൊരു പ്രശ്നമല്ല. നിഖില തന്നെ പറഞ്ഞു എനിക്ക് പ്രായമായി വന്നു, നിഖിലയ്ക്ക് പ്രായമാവുന്നു എന്ന് പറഞ്ഞു. അത് അംഗീകരിച്ചല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടാൻ പോയി. അപ്പൊ നിങ്ങൾ എന്നോട് പ്രായം ചോദിച്ചു. അങ്ങനെ നമ്മളിത് വേറെ ഗതിയിലേക്ക് പോയി ഗെറ്റ്സെറ്റ് ബേബിയിലേക്ക് തിരിച്ചു വരാം. ബേബിയെ കൊണ്ട് നിങ്ങൾ അവിടെ ഏറ്റവും പൊറുതിമുട്ടി എന്തായിരുന്നു? ഈ ബേബിയോ? ഈ ബേബിയെ കൊണ്ട് ഒന്നുമില്ല. നല്ല കുട്ടിയാ, നല്ല കുട്ടിയായിരുന്നു. ഞങ്ങളവിടെ ഫുൾ എൻജോയ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേരം പോക്ക് ഈ ബേബിയിൽ നിന്നായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗുകളുടെ രാജകുമാരി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ആണോ? ഞാൻ ഇന്ത്യയിലാണല്ലോ. ഇന്ത്യയിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഇവിടെ ഇടയ്ക്ക് കേരളത്തിൽ പോയിട്ട് ഇറങ്ങിയെന്ന് അറിഞ്ഞില്ലേ? വലിയ ഏറിപ്പോയായിരുന്നു. ഹണി റോസിന്റെ വിഷയത്തിൽ വലിയ ഏറിപ്പോയി. അത് ഞാൻ അറിഞ്ഞായിരുന്നു. എങ്ങനെ അറിഞ്ഞെന്ന് പറയാമോ? ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നപ്പോ പറയുന്ന കേട്ടെ. അതല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഏറി പോകുന്ന. കഴിഞ്ഞ ആഴ്ച ഞാൻ ഏറി പോയിരുന്നു. ഏതൊരാളുടെ എന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാൻ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഓർക്കുന്നില്ല ഒരു വീഡിയോ? പിന്നെ നിങ്ങളായിട്ട് പറയുന്നു, നിങ്ങളായിട്ട് വിടണു എന്നുള്ള, അല്ലാണ്ട് ഞങ്ങളാരും പോയിട്ട് വരുന്നു. ഞങ്ങൾ വെരി ഗ്രൗണ്ടഡ്, ഡൗൺ ടു സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആകണം. എന്തിനു വേർതിരിവിടെ? അല്ല, പുറത്ത് നടക്കുന്ന ഡിസ്കഷൻ അപ്പൊ നമ്മൾ അങ്ങനെ പറയാം. ഞങ്ങൾ നിങ്ങൾ നമ്മൾ സിനിമ പണ്ട് റിലീസായപ്പോ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ അപ്പൊ പറഞ്ഞു ഇതിന്റെ പേര് അവര് നമ്മന്ന് അല്ല, ചില സ്ഥലത്തിന്റെ പേര് ഞങ്ങ. ആ നമ്മൾ എന്നുള്ളത് ഞങ്ങാന്ന് പറഞ്ഞ ഞങ്ങ, നമ്മ, നുമ്മ എന്നൊക്കെ പറഞ്ഞ. കണ്ണൂർ എങ്ങനെ പറയാ? കണ്ണൂര് പലത് പറയും. നമ്മ എന്ന് പറയുന്നത് ഈ പയ്യന്നൂർ ഭാഗത്ത് കുറച്ച് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മ എന്ന് പറയും. നമ്മള് എന്ന് പറയും. നമുക്ക് നല്ല രീതിക്ക് പറയും. എങ്ങനെയുണ്ട് ഈ സിനിമയിലെ കഥാപാത്രം? ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ഐഷ എന്നാണ്. ആയിഷ. ചെമ്പൻചേട്ടന്റെ ആയിട്ടാണ് പേര് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സീനുള്ളത് നിഖില ഉണ്ണി ചെമ്പൻചേട്ടൻ. ഇതാണ് എൻ്റെ ഒരു എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നത്. അതെ, എൻ്റെ ഒരു ചെറിയ ലോകം. അപ്പോൾ ഐഷ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അങ്ങനെയാണ് തുടക്കത്തിലെ ഉണ്ടാവുന്നത്. പിന്നീട് ഉണ്ണി ഒരു ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഉണ്ണിയെ മീറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ലൈഫ് സിറ്റുവേഷൻസ് കൂടെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ചെമ്മൻചേട്ടൻ്റെ കൂടെയും ഫസ്റ്റ് ടൈമാണ്. നിഖിലയുടെ കൂടെ മാത്രം സെക്കൻഡ് ടൈം. ബാക്കി എല്ലാവരും ഉണ്ണിയുടെ കൂടെ ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല. നിഖിലയുടെ ഫസ്റ്റ് ഫിലിമിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഉണ്ടായിരുന്നു. ലവ് 24 ഇവർ രണ്ടുപേരുണ്ട്. അതിനുശേഷം ഒന്നിക്കുന്ന ഇപ്പോഴാണ്. യെസ്. അതെ, ഞങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ വർക്ക് ചെയ്യുന്നത് പിന്നീട് ഇപ്പോഴാണല്ലേ? ഈ ഒരു സബ്ജക്റ്റ് കേട്ട് ഇത് നേരത്തെ തൊട്ട് പറഞ്ഞല്ലോ, ഇത് വേറെ രീതിക്കാണ് എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റിൽ എത്രമാത്രം ഒരു ഇൻവോൾവ് ആകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കഥയിൽ? ഇതിപ്പോൾ നമ്മളെപ്പോഴും ചുറ്റുഭാഗത്തും കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ. അതായത് ഇങ്ങനെ ഈ ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളും ഇതിൽ നിന്ന് വരുന്ന പ്രഷറും നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടെ ചിലപ്പം ഫാമിലിക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന കപ്പിൾസിനെയും നമ്മൾ കാണാറുണ്ട്. എല്ലാ തരത്തിലും ഞാൻ പറയണേ. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. എനിക്കൊന്ന് വിരലിൽ എണ്ണിയാൽ തീരാവുന്നതിനെക്കാട്ടിലും നോൺ ഫേസസ് തന്നെ സിനിമയിലുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെ ഒരു നോൺ ഫേസിന് അവിടെ കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ ഫേസ് വെച്ചാണ് ആ കഥ പറയേണ്ടതെന്ന്. അപ്പോൾ ഇത് ഫാമിലി ഓറിയന്റഡ് ആണ്. പക്ഷെ ഇത് പറയുന്ന പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ പെർസ്പെക്റ്റീവ്. അപ്പോൾ നമുക്ക് പൊതുവെ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു
സ്ത്രീ രൂപമാണല്ലോ വരുന്നത്. അങ്ങനെ മെയിൽ ഗൈനക്കോളജിസ്റ്റ് പക്ഷെ പറയുന്നു ഫേമസ് ആയിട്ടുള്ള ഉണ്ട്, ഉണ്ട്, ഗൈനക്കോളജിസ്റ്റുകളെല്ലാം famous ആണുങ്ങളാണ്. പക്ഷെ ഇപ്പോഴും അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകാൻ നമുക്കൊരു മടിയാണ്. ഒരു ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ സക്സസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പെർസ്പെക്റ്റീവ് ആണ്. ഒരു സക്സസ് വരുന്ന സമയത്ത് ബിക്കോസ് എനിക്ക് തോന്നുന്നു ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ അത്ര പാടില്ല, നമ്മൾ എങ്ങനെയെങ്കിലും അത് തുഴഞ്ഞു പൊക്കോളും. പക്ഷെ സക്സസ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തില്ലേ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഫാമിലീസും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ വിനയ് ആസ് എ ഡയറക്ടർ നമുക്ക് നല്ല സ്പേസ് ഒക്കെ തരുന്ന, ആസ് എ നമുക്ക് കണ്ടന്റ് മാത്രം പറഞ്ഞ് നമ്മുടെ രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറയുന്ന അത്തരത്തിലുള്ള ഒരു ഡയറക്ടറാണ്. അങ്ങനത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പൊതുവെ നല്ല രസമാണ്. മൊത്തത്തിൽ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. എല്ലാ പടത്തിലും ഉണ്ട്, എല്ലാ പടത്തിലും ഉണ്ട്. പിന്നില്ലേ എവിടെ എല്ലാ പടത്തിൽ കഴിഞ്ഞ വർഷം 200 പടം ഇറങ്ങി മലയാള സിനിമ. അങ്ങനെ കണക്കൂട്ടരുത്. അതൊരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. 200 പടം ഇറങ്ങി, എനിക്ക് 200 പടം വേണം. അല്ല, ലാസ്റ്റ് മന്ത് നിങ്ങൾ എത്ര സിനിമ റിലീസായി? കഴിഞ്ഞ ദിവസം ഇവരുടെ ചാനലിലെ ഇന്റർവ്യൂവിൽ എന്തോ കേട്ടത് 200 പടം. എനിക്കറിയില്ലായിരുന്നു. 199 പടം ഇറങ്ങി, 199 പടം ഇറങ്ങി. ഞാൻ 26 പടം വിജയിച്ചു. അല്ല, നിങ്ങൾ ലാസ്റ്റ് മന്ത് നിങ്ങൾ എത്ര പടം റിലീസായി? ഞാൻ 6-7 പടത്തിലാണ് ആകെ അഭിനയിച്ചു കഴിഞ്ഞ വർഷം. അപ്പൊ ഞാൻ എല്ലാ പടത്തിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഞാൻ പറയാം. ഈ റീസെന്റ് മാത്രമല്ല, ഈ 6-7 പടങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട പടങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. 2025 കാലമെത്തുമ്പോൾ ആ ജനുവരിയിൽ തന്നെ വീണില്ലേ, ഒരു ബേബി ആയിട്ട് പിറന്നില്ലേ? അതെ. അതിൽ കൂടുതൽ എന്ത് വേണം? നിങ്ങൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ 2025 ബേബി ആയിട്ട് പിറന്നു. ഇനി ഇവിടുന്ന് നമ്മള് വീണ്ടും പടിപടിയായിട്ട് ഡിസംബറിൽ ഞാൻ ഉണ്ണിയുടെ കൂടെ മാർക്കോൽ ഉണ്ടായിരുന്നു. അപ്പൊ ഫെബ്രുവരിയിൽ വീണ്ടും ഞാൻ അത് ഹിറ്റടിച്ച പടം ഇത് ഹിറ്റടിക്കാൻ പോകുന്നു. ഭാഗ്യജോഡി അങ്ങനെ ആവട്ടെ. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആയി ഒരു കഥ കേട്ട്? ഇതിൽ ഇൻട്രസ്റ്റ് വരാനായിട്ട് പല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഡയറക്ടർ പോലീസ് അല്ലല്ലോ. അല്ല, പോലീസ് അല്ല. ഈ ഡയറക്ടർ വിനയ് കുറെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഒരു പടം നടക്കാതെ പോയ ഒരു പടം ഉണ്ട്, തുടങ്ങി വെച്ചൊരു പടം. ആ പടത്തിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പെട്ടെന്നാണ് ഈ ഒരു പടത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് കോഹിനൂർ എന്ന് പറഞ്ഞ വിനയുടെ പടത്തിൽ ഞാൻ അഭിനയിച്ചതാണ്. അങ്ങനെ പോകുന്ന സബ്ജക്റ്റ് കേൾക്കുന്നു. അപ്പോൾ എനിക്കും തോന്നി സംതിങ് ഡിഫറെൻറ്റ്. കാരണം ഉണ്ണിക്ക് വളരെ ഒരു ചേഞ്ച് ആയിട്ടുള്ളൊരു വേഷം, ടോട്ടലി സബ്ജക്റ്റിന് ഒരു നല്ല റെലവൻസ്. ഇപ്പോൾ നമ്മുടെ, അതായത് നമ്മളിപ്പോൾ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങിയിട്ട് റോഡിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ 1/2 കിലോമീറ്ററിലും ഈ IVF-ൻ്റെയും ഇങ്ങനത്തെ കുറേ ഹോസ്പിറ്റലുകളുടെ പരസ്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊക്കെ പരസ്യം വായിച്ചു നോക്കിയാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരും, കുട്ടികളുമായി തിരിച്ചു പോകും എന്നുള്ള രീതിക്കൊക്കെയാണ് ഈ പരസ്യങ്ങൾ വെച്ചിരിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് ഈ പറഞ്ഞ മാതിരി പലതരം പ്രഷറിലായിരിക്കും ഇതില്. ക്യാപ്ഷൻ പരസ്യങ്ങൾ നിർമ്മിക്കുന്ന ആളാണ്. ഞാൻ പരസ്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ കൈന്നിട്ട് പറഞ്ഞതാണ്. അല്ല, പരസ്യം ചെയ്യുന്ന ഭയങ്കര ഇതായിക്കോട്ടോ, ഹോസ്പിറ്റലിലേക്ക് ഒരു കുട്ടികളായിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ് എന്നല്ല, അത്രയും ഗ്യാരണ്ടി നൽകുന്നുള്ള രീതിക്കാണ് ഈ പരസ്യങ്ങൾ വരുന്നത്. അപ്പൊ ഓരോ മുക്കിലും ഇതിന്റെ പരസ്യങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലൊരു സബ്ജക്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എല്ലാവർക്കും പരസ്യമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഉള്ളതാണ്. അപ്പൊ ഇതിനെ ചെറുതായിട്ട് ഒരു എന്താ പറയുക, ലൈറ്റ് ഹ്യൂമറിലൂടെ ഫാമിലി ഡ്രാമയായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മൂന്തൻ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നു. ഉണ്ണി മൂന്തന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ജോസഫ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ അഭിനയിക്കുന്നു. ഈ ജോസഫിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെന്നാൽ അവിടെ നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു 100,000 പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളെ എങ്ങനെ വളരെ ലഘുവായിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ജോസഫിന്റെ ജോലി. കാരണം പലതരം പ്രശ്നങ്ങളായിരിക്കും അവിടെ വരുന്നത്. പലതരം കാറ്റഗറി ആൾക്കാരാണ് ഈ ഇത്തരം പലതരം ആവശ്യങ്ങളായിട്ട് വരുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാലാണ് നമുക്കിപ്പോൾ കുട്ടി എന്നൊരു വാക്ക് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുള്ളൂ. പക്ഷെ എങ്ങനെ കുട്ടി, എന്ത് കുട്ടി, എപ്പോൾ കുട്ടി, ഏതിലെ കുട്ടി എന്നൊക്കെയുള്ള പല പല പ്രശ്നങ്ങളുമായിട്ടാണ് ഓരോരുത്തർ പല ഡിമാൻഡുകളുമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ വളരെ നമുക്ക് എടുത്ത് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഈ പലതരം ജോസഫ്മാർ ഇതുപോലത്തെ പല ഹോസ്പിറ്റലിലും ഉണ്ടാവും. അപ്പോൾ അത്തരമൊരു കഥാപാത്രമാണ്. കുറച്ചൊരു ലൈറ്റർ വേഷനിലുള്ള ഒരു സാധനമാണ്. പക്ഷെ കഥ കുറച്ച് സീരിയസ് മോഡിലേക്ക് പോകുന്നുണ്ട്. ഒരു ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റ് ഉണ്ട്. പറഞ്ഞ പോലെ ചെമ്പഞ്ചേരനുണ്ട്, സുധീഷ് ചേരനുണ്ട്, ഭഗത് മാനുവൽ ഉണ്ട്, അഭിരാം ഉണ്ട്, സുരഭി ഉണ്ട്, വെറും വർഷയുണ്ട്, പിന്നെ നമ്മുടെ അങ്ങനെ ഫുൾ ഓഫ് ആർട്ടിസ്റ്റുകൾ. നമ്മളിപ്പോൾ ആരെങ്കിലും വിട്ടുപോയെന്ന് അതിന് അത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരു രസമായിരുന്നു. ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഷൂട്ട്, ഏകദേശം ഒരു 15 ദിവസം. ഈ ഫുൾ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തഗ്ഗും പരിപാടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഉണ്ണി അങ്ങനെ തഗ്ഗായിട്ടൊന്നും പറയില്ല, പക്ഷെ തഗ്ഗ് കേട്ടാൽ കൈവെട്ടി ചിരിക്കുന്ന ആളാണ്.
അപ്പൊ പറയാനുണ്ടാവില്ല. അതെ, അപ്പൊ നമ്മള് ആ ഉണ്ണിക്ക് ഒരു ഊർജ്ജം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇത്തരത്തിലുള്ള തകടികളൊക്കെ അവിടെ ഉണ്ണിയാണെങ്കിൽ ഇഷ്ടം. ഡയറ്റിലും അത് ഉണ്ണി ആ സമയത്ത് ഡയറ്റ് ചെയ്തോണ്ട് ഡയറ്റിങ്ങിലും ആയിരുന്നു. അപ്പൊ വിശന്നിട്ടൊക്കെ ആയിരിക്കും നിൽക്കുമ്പോഴാണ് ഇത്തരം ഊള തമാശകളൊക്കെ അടിച്ചിരിക്കേണ്ടി ആ വരും. ഉള്ളത്തമാശ എന്ന് പറഞ്ഞ ആരെ ഉദ്ദേശം പറഞ്ഞു? അല്ല അങ്ങനല്ല, ഞങ്ങളെല്ലാവരും അങ്ങനെ പറയാം, എല്ലാവരും ഇത് ഉള്ളത്തമാശ അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. ഇവരുമായിട്ട് കോമ്പിനേഷൻ ഇല്ല, ഇങ്ങോട്ട് വരികയാണ് അങ്ങോട്ട് തന്നെ നോക്കാം. അങ്ങോട്ടേക്കാണത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ചെയ്തൊരു പടമാണ്. പ്രേക്ഷകരും ഇത് ആസ്വദിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പടം കണ്ടിട്ട് പറയാം. ആ പടം കണ്ടിട്ട് നിങ്ങൾ പറയാം. വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ലാതെ വളരെ ഒന്നുമില്ലാതെ നമ്മളെ വെരി സിമ്പിൾ. Family അവകാശവാദങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾ ഒരു അവകാശവാദങ്ങളുണ്ട് സിനിമയ്ക്ക്. ആശീർവാദ് സിനിമാസ് ഇത് എടുക്കണേ ഒന്നും കാണാതെ എടുക്കില്ല. ആന്റണി ചേട്ടൻ അങ്ങനെ കൊണ്ട പൈസ കളയുന്ന ആളൊന്നുമല്ല. അത് നിങ്ങൾ പറഞ്ഞ ഓക്കെയാ. അങ്ങനെ പൈസ കൊണ്ട കളയില്ല ആന്റണി ചേട്ടൻ. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ആന്റണി ചേട്ടൻ അങ്ങനെ വെറുതെ ഒന്നും പൈസ കളയില്ല, ആശ്രമം കാണാണ്ടെടുക്കില്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അല്ല, എന്റെ ആന്റണി ചേട്ടൻ എടുക്കില്ല. എടുക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. അവര് പ്രൊഡക്ഷൻ എടുത്തെങ്കിൽ ഇത് സിനിമ കണ്ട് ഇഷ്ടപ്പെടാതെ എടുക്കില്ല. അതെ, അതുകൊണ്ട് തന്നെ വലിയ അപ്പൊ ഈ സന്തോഷമുള്ള സിനിമയിൽ കാര്യമാണ്. എന്തൊക്കെ ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ശരിയാണോ? അതെങ്കിലും അംഗീകരിക്കും. തീർച്ചയായിട്ടും. ഇനി ബാക്കി നമുക്ക് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറയും. ഈ ആന്റണി ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കുക. ആന്റണി ചേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അറിയാണ്ട് വായെന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ല, ഇപ്പൊ ഇത് വലിയ പ്രശ്നം നിർമ്മാതാക്കളുടെ സംഘടനയും താരസംഘടന നിഖിലെ നിങ്ങളൊക്കെ ഉള്ള താരസംഘടന അമ്മയുമായിട്ട് വിഷയങ്ങൾ നിർമ്മാതാക്കൾ പറയുന്ന ഒരു കാര്യം, അമ്മ പറയുന്ന ഒന്ന്, ആന്റണി ചേട്ടൻ തുറന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇതൊക്കെ കണ്ടിരുന്നില്ലേ? അമ്മ പറയുന്നൊന്നും ഞാൻ കണ്ടില്ല, എന്ന് പറയാൻ പോകുന്നതല്ലേ ഉള്ളൂ. അത് അമ്മ നേരത്തെ ഒരു കത്ത് കൊടുത്തല്ലോ. അമ്മ ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് കൊടുത്തു. നിലപാട് വ്യക്തമാക്കി. നാഥനില്ല കളരി എന്ന് പറഞ്ഞു അമ്മ സംഘടനയ്ക്ക്. ഇപ്പൊ നിലവിൽ അല്ല, അമ്മ സംഘടന അങ്ങനെ പറഞ്ഞു. അമ്മ സംഘടന പറഞ്ഞു. അത് നാഥനില്ല കളരിയാണോ ഇപ്പൊ താരസംഘടന? ദിനേശ് ചേട്ടനാണ് കൂടുതൽ അറിയണം. ദിനേശ് അതെ. ചേട്ടൻ നാഥനില്ല കളരിയാണോ അല്ല, താരസംഘടന? അതല്ല എന്നുള്ള ലെറ്ററല്ലേ നമ്മൾ കൊടുത്തത്. അതെ. അപ്പൊ അതിന് മറുപടി വേണ്ടേ? അല്ല, മറുപടി നമ്മൾ മറുപടിയാണല്ലേ കൊടുത്തല്ലോ. കൊടുത്തത്. അതിന്റെ മറുപടി അമ്മയ്ക്ക് നിർമ്മാതാക്കൾ തരണ്ടേ? ഇനി തരണം. അത് തരണ്ടേ? തരുമായിരിക്കില്ലേ? തന്നില്ലെങ്കിൽ പ്രശ്നമല്ലേ? ഇല്ല, തന്നില്ലെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നു. നിഖിലെ കാര്യം മനസ്സിലായി. അപ്പൊ തീരുമല്ലേ? അവർക്ക് മനസ്സിലായി. അവർക്ക് മനസ്സിലായി എന്നുള്ളതല്ല. തന്നില്ലെങ്കിൽ പ്രശ്നം തീരും. തന്നാലല്ലേ ഇനി അത് മറ്റൊരു പ്രശ്നമായി മാറുള്ളൂ. തന്നില്ലെങ്കിൽ പ്രശ്നം തീരും. തന്നില്ലെങ്കിൽ പ്രശ്നം അവിടെ നിഖിലെ വേറെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എല്ലാവരും ഉണ്ട് ഇപ്പോൾ താരസംഘങ്ങളുള്ളവരാ, ഒരു താരങ്ങൾ അമിത ശമ്പളം വാങ്ങുന്നു. സിനിമയുടെ പരാജയങ്ങൾ വരുമ്പോൾ അമിത ശമ്പളം വാങ്ങുന്നു. കോവിഡിന് മുമ്പുള്ള ശമ്പളത്തിലേക്കാളും വർദ്ധിച്ച് ഒരു സിനിമ വിജയിച്ചാൽ, ഇപ്പം നിഖിലെ ഒരു സിനിമ വിജയിച്ചതിന് അടുത്ത സിനിമയ്ക്ക് വരുമ്പോൾ ഇരട്ടി ശമ്പളം വാങ്ങുന്നു. അത് സിനിമാ വ്യവസായം ബാധിക്കുന്നു എന്ന് പറയുന്നു. ആ ഒരു കാര്യത്തിൽ നിഖിലെ യോജിക്കുന്നുണ്ടോ? എനിക്ക് തന്നെ പറഞ്ഞ ശമ്പളത്തിന്റെ പകുതിയിലത് കിട്ടാനായിട്ട് ഞാൻ എനിക്കത് പറയാൻ പറ്റില്ല. പകുതി പോലും കിട്ടാറില്ല. ഇല്ല, അങ്ങനെയല്ല, പറഞ്ഞ ശമ്പളമൊക്കെ കിട്ടാറുണ്ട്. പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമുണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെ അവർ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സിനിമയിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഞാനടക്കം ശമ്പളം വാങ്ങിക്കുന്നത് ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നാകുമ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് എന്തായാലും അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് സംഘടനകളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു വ്യക്തിയാണ്, ഞാനൊരു സംഘടനയുടെ ഭാഗമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയായിട്ടുള്ള എനിക്കതിൽ എങ്ങനെ അഭിപ്രായം പറയണം എന്നുള്ളത് എനിക്കറിയില്ല. അതൊരു പല സംഘടനകൾ, ഇപ്പോൾ നമുക്കിവിടെ ഫെഫ്ക ഉണ്ട്, പറഞ്ഞ പോലെ ഞങ്ങളുടെ താരസംഘടനയായിട്ടുള്ള അമ്മയുണ്ട്, അവരൊക്കെ കൂടെ തീരുമാനിച്ച് സമരത്തിലേക്കൊന്നും പോകുന്നതിന് മുന്നേ തന്നെ ഒരു ചർച്ചയൊക്കെ നടത്തി കോംപ്രമൈസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയെ തന്നെയാണ് അവർക്കും ജീവിക്കണം എന്നുണ്ടെങ്കിൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ സിനിമാ വ്യവസായം നിലനിൽക്കുള്ളൂ. ഒരുപാട് തൊഴിലാളികൾ ഇതിന്റെ പാർട്ടാണ്. അപ്പൊ അവരും അങ്ങനെ വലിയൊരു എക്സ്ട്രീം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോവില്ല. ഒരു ചർച്ച ഉണ്ടാവാൻ വേണ്ടി ആയിരിക്കാം അവരൊരു സമരം എന്നുള്ളത് പോലെ ചിലപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഇപ്പം സമരം ഇപ്പം നമ്മുടെ നാട്ടില് ഒരു വലിയ പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്യാനാണല്ലോ നമ്മൾ പണ്ട് ഹർത്താൽ വെച്ചുകൊണ്ടിരുന്നത്. ഹർത്താൽ വെക്കുമ്പോൾ എല്ലാവരും അതിനെപ്പറ്റി അറിയും, നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും, കൂടുതൽ ദിവസങ്ങളിലേക്ക് പോകാതിരിക്കാൻ പെട്ടെന്നൊരു ചർച്ച നടക്കും എന്നുള്ളൊരു കാര്യത്തിലാണ് പണ്ടതുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കോംപ്രമൈസ് ആക്കുമ്പോഴാണ് എല്ലാവർക്കും തൊഴിൽ ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് എനിക്ക് തോന്നുന്നു ഫെഫ്ക ആണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കായിരിക്കും. അത് സംഘടനകളാണ് തീരുമാനിക്കുന്നത്. വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കതിൽ പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയുടെ ഈ ബിസിനസ് സൈഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാത്ത സ്പേസിൽ നമ്മൾ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. നിർമ്മാതാക്കൾ മാത്രമല്ല, താരങ്ങളിൽ ഒത്തിരി പേര് നിർമ്മിക്കുന്നുണ്ട്. അത്തരം നിർമ്മാണ കമ്പനിയുടെ സിനിമ പ്രദർശിപ്പിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പം നിഖിലേക്ക് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇല്ല, ഇതിനൊക്കെ അല്ല, ആ പറയുന്നതിൽ യോജിക്കുന്നുണ്ട് നിഖില? ഉണ്ണി മുന്തൻ പ്രൊഡ്യൂസറാണ്, ഉണ്ണി മുന്തൻ താരസംഘടന അംഗമാണ്. ഉണ്ണി മുന്തൻ പ്രൊഡ്യൂസറിന് സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് പറയാൻ അവകാശമുണ്ടോ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും തിയേറ്റർ ഉടമകൾക്കും?
ഇല്ല, ഉണ്ടോ? ബേസിക്കലി ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതൊരാളുടെ റൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ അവർക്ക് അവരങ്ങനെ പറയുമ്പോഴാണല്ലോ അതിലേക്ക് ഒരു ചർച്ചകൾ വരിക. നമ്മളൊരു കാര്യം അഡ്രസ്സ് ചെയ്യുമ്പോഴേ നമ്മൾ അതിൽ കോൺവെർസേഷൻസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു എന്താ പറയാ, ഒരു ചർച്ചകൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ആരെങ്കിലും ഒരാൾ അഡ്രസ്സ് ചെയ്യണം. പല കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് പലർക്കും ഇപ്പം നിങ്ങൾക്ക് ഇതിന് മുന്നേ ഇതിനെപ്പറ്റി അറിയില്ല, നമുക്കും ഇതിനെപ്പറ്റി അറിയില്ല. അവരതിനെ അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ചർച്ചകളിലേക്ക് വഴിയൊരുക്കുന്നത്. ആ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഈ പറയുന്ന ഇൻഡസ്ട്രി മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ തുടങ്ങി എവിടെയല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ പല കാര്യങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നുണ്ട്. ബേസിക്കലി ഇതിലും അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഉണ്ടാവാതെ പോകുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. ഒരു കോംപ്രമൈസ് ടോക്കിലോ അല്ലെങ്കിൽ ഒരു ഇനി എന്താണ് ഫർദറായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി മുന്നോട്ട് പോകാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ അവർ കൂടി ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നത്. അല്ല, ഇത്ര നീട്ടി പറയേണ്ടതിലും അപ്പുറത്ത് ഞാൻ എൻ്റെ ഒരു ചോദ്യം, ഒറ്റ ആൻസർ. എന്തുകൊണ്ട് നിഖില അല്ലെങ്കിൽ ദിനേഷ് നിങ്ങൾ ഇരിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ താരസംഘടനയിൽ നിങ്ങൾ അഭിനയിക്കുന്നവരാണ്, നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ ആ സിനിമ പ്രദർശിപ്പിക്കലാണെന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ടോ? ആ സിനിമയെ പ്രദർശിപ്പിക്കണ്ടേ? നിയമപരമായിട്ട് അവകാശമില്ല. പക്ഷെ അവരെ ശരിക്കും അഡ്രസ് ചെയ്യുന്ന പ്രശ്നം പ്രശ്നം എന്താന്നുള്ളതിനെ പറ്റി നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എനിക്കറിയില്ല എത്രത്തോളം ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് ഇല്ലാതെ ഫിലിം ഇൻഡസ്ട്രി ഇല്ല. അവരെ ഡ്യൂ റെസ്പെക്ട് അവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. ആ പ്രൊഡ്യൂസർ ഒരു താരമായ എന്താ കുഴപ്പം? അത് എന്താണ് അപ്പൊ ഈ അസോസിയേഷൻ പറയുന്ന പ്രശ്നം? അവര് ഇരുന്നൊരു ചർച്ചയിലൂടെയാണ് അത് പുറത്തു വരേണ്ടത്. അതല്ലാണ്ട് ഇപ്പൊ കുറച്ച് പേർക്ക് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ. ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാം, എവിടെ നിന്ന് വരുന്ന ആൾക്കും പ്രൊഡ്യൂസ് ചെയ്യാം. അയാൾ നിയമങ്ങൾക്കനുസരിച്ച് ചെയ്യണമെന്ന് മാത്രം, GST അടയ്ക്കുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അസോസിയേഷനിലെ മെമ്പർഷിപ്പ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന് മാനദണ്ഡം. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പുറത്ത് കേൾക്കുന്നതിനുപരി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അത് അവരുടെ ഡിസ്കഷനിൽ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ പലരും പല സ്ഥലത്തിരുന്ന് എയറിലേക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ട് അത് ഈ സോഷ്യൽ മീഡിയയിലിട്ട് ആൾക്കാർ ഇത് കേട്ട് നമുക്ക് ഇതിന്റെ വാലും തലയോ അറിയാതെ നമ്മളിതിൽ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ റിയൽ പ്രശ്നം അവരിരുന്ന് ടേബിളിൽ ഇരുന്ന് ചർച്ച ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കണം. അതായത് സമരത്തിലേക്ക് പോയാൽ ഇത് ബാധിക്കുക, ഈ പറഞ്ഞ മാതിരി പ്രതിഫലം വാങ്ങുന്ന താരങ്ങളെക്കാളും കൂടുതൽ ഇത് ബാധിക്കുക ഇതിൽ പിന്നിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെയാണ്. കാരണം ഒരു മാസം ഫിലിം ഇൻഡസ്ട്രി അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന ഈ തൊഴിലാളികളെ ഒരു ദിവസം അടച്ചാലും ഉണ്ടാവും. നമ്മൾ കോവിഡ് സമയത്ത് കണ്ടതാണ്. പലരും ജോലികൾ തന്നെ, പ്രൊഫഷൻ തന്നെ മാറി വേറെ പല പണികൾക്കും പോണ്ടി വന്നു. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ സിനിമ നിർത്തുക എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരും അവരവരുടേതായ രീതിക്ക് റിയാക്ട് ചെയ്യുന്നു. പക്ഷെ ഇതിലെ റിയൽ പ്രശ്നം എന്താണെന്ന് ഇതിന്റെ വേണ്ടപ്പെട്ടവർ, എക്സ്പീരിയൻസ് ഉള്ളവർ, മുതിർന്നവർ, സൗഹൃദത്തിന്റെ പേരിൽ ഇവരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടവരല്ലേ. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ആക്ടർ ഉള്ളൂ, ആക്ടർ ഉണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഉള്ളൂ. ഈ പറഞ്ഞ മാതിരി പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ടതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്പോര് നടത്തിയിട്ടോ അല്ലെങ്കിൽ സിനിമ ഉണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾക്ക് ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി ഉള്ളത് കൊണ്ടും പ്രൊഡ്യൂസേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ചർച്ച ചെയ്ത് നല്ലൊരു രമ്യതയിൽ പോകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. നല്ല രീതിക്ക് തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നല്ല രീതിക്ക് തീരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഓരോ ദിവസവും അത് വഷളായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓരോ പ്രസ്താവനകളുമായിട്ട് നമുക്ക് തോന്നുന്നതാണ് ചില കാര്യങ്ങൾ. പനി വന്നു നമുക്ക് മരുന്ന് കഴിയുമ്പോൾ പനി കൂടി കഴിഞ്ഞിട്ട് പിന്നെ കുറയുള്ളൂ. അപ്പൊ പറഞ്ഞ് ചിലപ്പോൾ മൂർധന്യാവസ്ഥയിലേക്ക് പോയിട്ട് മാറുള്ളൂ. കലങ്കി തെളിയും. ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് കലങ്ങി തെളിയണം നിങ്ങൾക്ക് ഒരു 5-6 ദിവസം കൂടെ കലങ്ങിയിരിക്കില്ല. ഇവർക്ക് ഇതുവരെ ശരിക്കും കലങ്ങിയില്ല. മറ്റേ ജയിലറിൽ പറഞ്ഞ പോലെ ரொம்ப ദൂരം പോയിട്ടായി നിങ്ങൾ ഞങ്ങളോടും ചോദിക്കണം. കാരണം ഞാൻ പറയുന്നതും അവര് പറയുന്നതൊക്കെ ചിലപ്പോ നാളെ പോയിട്ട് ഇനി അവരുടെ ഒരു പ്രസ് മീറ്റ് വരുമ്പോ നിഖില വെമ്പിൽ ഇങ്ങനെ പറഞ്ഞു, ദിനേശ് പ്രഭാകർ ഇങ്ങനെ പറഞ്ഞു ചോദിക്കാം. വെറുതെ ഒരു പറഞ്ഞത് ചിലപ്പോ ഒരു സെന്റൻസ് മാത്രമേ റീലായിട്ട് വരും. പ്രൊഡ്യൂസേഴ്സ് എന്ത് ഇതാണ് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അത് മാത്രം വരുമ്പോ ആൾക്കാർ ഇവനാരുടെ എങ്ങനെ പറയാൻ അടിക്കാവനെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് കേൾക്കുന്നില്ല. കലങ്ങി തെളിയും, പക്ഷെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാതിരുന്നാ മതി. അവിടെ ഞാനാണ് മീൻ പിടിക്കുന്നത്. നിങ്ങളല്ല, മാധ്യമങ്ങൾ. അങ്ങനെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അവരുടെ പണിയല്ലേ ചെയ്യുന്നുള്ളൂ. പണി ശരിക്കും എന്താണ് നിങ്ങളുടെ പണി? നമ്മുടെ പണി എന്താണെന്ന് നിങ്ങളേക്ക് മനസ്സിലാകല്ലേ? ഇല്ല, എനിക്ക് വാർത്തകൾ അറിയിക്കണ്ടേ? വാർത്തകളാണ് അറിയിക്കേണ്ടത്. താരസംഘടന അമ്മ ഒരു റിലീസ് ഇറക്കിയാൽ ആ വാർത്ത നമ്മൾ പറയണ്ടേ? അത് വേണം. അതിന് മറുപടി നിർമ്മാതാക്കളുടെ സംഘടന നമ്മൾ പറയണ്ടേ? അതും വേണം. അപ്പൊ അത് നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്കുള്ള ചില കാര്യങ്ങളുണ്ട്, അതും പറയുന്നുണ്ട്. അതാണ് അതാ ഇതിനിടയ്ക്ക് വെറുതെ അവര് വീട്ടിൽ ഇരുന്ന് അഡ്വക്കേറ്റ് നിലയിൽ പറയാതെ നമ്മുടെ ധർമ്മമല്ലേ? അഡ്വക്കേറ്റ് പറഞ്ഞ 2 സെന്റൻസ് അതെ. ലൈൻസാണ് പ്രശ്നം. ധർമ്മ സംസ്ഥാപനാസ്ഥായ സിനിമയ്ക്ക് ഡയലോഗ് എഴുതുന്നത് നിങ്ങൾ കയ്യിൽ ഇടാറില്ലേ?
ഇല്ല. നിങ്ങൾ ഇടാറുണ്ടോ? മാറിപ്പോയില്ല. ഞങ്ങള് മാറില്ലല്ലോ. ഇല്ല പ്രശ്നം എന്താണെന്നറിയാം, ഞങ്ങള് അങ്ങനെ ഒരു ഡയലോഗ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററോടും ഞങ്ങളുടെ ഡയറക്ടറോടും അനുവാദം ചോദിച്ച് അവർക്ക് ഓക്കെ ആണെങ്കിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു കയ്യിൽ നിന്ന് ഒരു സാധനം ഇടുള്ളൂ. നിങ്ങൾ ഇടുന്നത് പോലെ ഇയാള് വിചാരിക്കും അയാൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇടാറില്ല. ഇല്ല, ഞങ്ങൾ അങ്ങനെ കൈ ചെയ്യുമ്പോൾ നല്ല വൃത്തിയുള്ള കമ്പാരിസൺ ചെയ്യണക്ക. വൃത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പറയണായിട്ടുള്ള മാധ്യമങ്ങൾ അവിടുത്തെ എല്ലാ പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. പറഞ്ഞിട്ടേ ഇല്ല. കുറച്ചൊക്കെ ഏറ്റെടുക്ക് ഇല്ലേ, ചെറുത് എന്തെങ്കിലുമൊക്കെ എടുക്കുക. ഒരു വാർത്ത ചെയ്യുമ്പോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂട്ടി പറയണമല്ലോ. അതിന്റെ ഇവിടെ ഏറിപ്പോയതാ മറ്റേ 24 ആഷിമുമായിട്ട് ഏറിപ്പോയത്. ഞാന് ആഷ്മിയിൽ ഏറിപ്പോയത്. അല്ല അത് ഏറിപ്പോയില്ലേ? അത് എന്തുകൊണ്ടാണ് ആഷിം പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ആഷ്മി ഏത് ഫറാഷിബ്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതാണ് ഫറാഷിബ്ല എന്ന് ആഷ്മിയോട് പറഞ്ഞു. ഇങ്ങനെയാണ്. ബിക്കോസ് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാല് ആരാണെങ്കിലും ഇപ്പൊ ഫറാഷിബ്ല ആവണം എന്നില്ല, ഏത് മനുഷ്യനാണെങ്കിലും ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏത് ആള് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് വോയിസ് കൊടുക്കുക എന്നുള്ളതാണല്ലോ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത്, അല്ലേ? ആര് പറഞ്ഞാലും അത് അക്കൗണ്ടബിൾ ആണ്. ഇന്ത്യ മഹാരാജ്യത്ത് ആരങ്ങനെ ഒരു അഭിപ്രായം, എന്തൊരു അഭിപ്രായം പറഞ്ഞാലും അത് കണക്കിലെടുക്കേണ്ടതാണ്. ഇത് ഫറാഷിബ്ല ആണെങ്കിലും നിഖില വിമൽ ആണെങ്കിലും മുത്തുമണി ആണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ അത് ഏത് എന്ന് ചോദിക്കാനുള്ള അധികാരം എൻ്റെ കണക്കിനൊരു മാധ്യമപ്രവർത്തകന് ഇല്ല. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹം വളരെ മാന്യമായി എന്നോട് മാപ്പ് പറഞ്ഞു. ഞാൻ അപ്പോഴത്തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. സമാധാനമായോ? പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം അവിടെ തീർന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു മാന്യതയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞാൻ ആരാണെന്ന് മനസ്സിലായി. എൻ്റെ ഉദ്ദേശം അതായിരുന്നു. അത് ആരാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏത് ഹൈദരാലി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടല്ലോ. അതൊരു മീഡിയയിലാണ് പറയുന്നത്, പബ്ലിക്കിലാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിഖില ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരുത്തണം കേട്ടോ ചില കാര്യങ്ങളൊക്കെ. എനിക്ക് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. നിഖില ഓക്കെ അല്ലേ? ഓക്കെ, നിഖില ഇപ്പൊ ഒന്ന് ഏറിപ്പോയി. ഞാൻ ചോദിക്കുന്നുമില്ല, പറയൂല എന്ന് പറയാ. അച്ഛൻ നെക്സലാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ വാർത്തയും കാർഡൊക്കെ പോകുന്ന കാര്യങ്ങളൊന്നും അല്ല. ഗെറ്റ് സെറ്റ് ബേബി ഫെബ്രുവരി 21 റിലീസ് ആവുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ട്. അതെ, അതാണ് നമ്മുടെ. അതൊന്ന് എയറിലാക്കി തരാൻ പറ്റും. ഈ പടം ഓക്കെ ആയിരിക്കും. ഈ പടം ഓക്കെ ആയിരിക്കും. ഈ പടത്തിനോട് കൂടെ യാത്ര ഉണ്ടാവും. നമ്മൾ ഈ പടത്തിന്റെ കൂടെ എല്ലാത്തിനും കാരണം എന്റെ പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന സജീവൊക്കെ ആയിട്ട് അത്രയും ആത്മാർത്ഥ ബന്ധം. ഓ എന്റെ പൊന്നെ, നിഖിലയായിട്ടുള്ള ബന്ധമുള്ളോട് ഞാൻ എന്റെ കൂടെ യാത്ര ചെയ്യുവാണ് ഇനി. അപ്പൊ ഈ സിനിമ സൂപ്പർ ആകട്ടെ. ഈ സിനിമ പ്രേക്ഷകർ ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഒരു കുട്ടിക്കുള്ള ആഗ്രഹമുണ്ട്. അത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അത് പറഞ്ഞു വെക്കുന്നു. ഒരു വിവാഹം ചെയ്താൽ എപ്പോഴും കുടുംബത്തിൽ ആവശ്യമാണ് ഒരു കുട്ടി വേണമെന്ന് പേരൻസ് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ, ഈ സബ്ജക്റ്റ് നമ്മളൊരു കുടുംബത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം ഈ കഥയിൽ പറഞ്ഞു പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിലൊരു അംഗം, ഈ കുടുംബത്തിലൊരംഗം ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന നിലയിലായിരിക്കും ഈ സബ്ജക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.